പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പ്രഭാത വന്ദനം. ഇന്നത്തെ പ്രഭാത ചിന്ത, നീതി ധരിക്കുന്ന പുരോഹിതന്മാർ. അതിനാധാരമായി 132 സങ്കീർത്തനം 9 വാക്യം, നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ. പാപം മനുഷ്യനെ നഗ്നനാക്കി, ദൈവം അവനെ വസ്ത്രം ഉടിപ്പിച്ചു. മനുഷ്യൻ ഇലകൾ കൊണ്ട് തീർത്ത അരയാട കനത്തുവയലിൽ ഉണങ്ങിപ്പോയി. വിലയേറിയ വസ്ത്രങ്ങൾക്കു വേണ്ടി വെറിവുണ്ടലയുന്ന മനുഷ്യനോട് ഹൃദയത്തിലെ ഗൂഢമനുഷ്യൻ അണിയേണ്ട അക്ഷയഭൂഷണം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക എന്നാണ് ദൈവത്തിന്റെ ആഹ്വാനം. അത് ദൈവം തന്നെയാണ് ചെയ്യുന്നത്. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി ഇടിപ്പിച്ചിരിക്കുന്നു. ദൈവപുത്രന്റെ ക്രൂശുമരണ മുഖാന്തരം പാപിക്ക് ലഭിച്ചതാണ് നീതി എന്ന അങ്കി. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരണം വന്നു. ദൈവദാനമായി ലഭിച്ചിരിക്കുന്നതാണ് വസ്ത്രം. നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കട്ടെ. ഇത് പ്രായോഗിക നീതിയാണ്. ദൈവം നീതി എന്ന അങ്കി തന്നുവെന്നത് തികഞ്ഞ യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, പ്രായോഗിക ജീവിതത്തിൽ നാം നീതി പ്രകടമാക്കണം. നമ്മുടെ ശരീരത്തെ മറയ്ക്കുകയാണ് വസ്ത്രം ചെയ്യുന്നത്, അഥവാ വസ്ത്രമാണ് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുക. നാം നീതി ധരിക്കണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുൻപിൽ അത് പ്രകടമാക്കണം എന്നർത്ഥം. നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല ദൈവം നമ്മെ രക്ഷിച്ചത്, എന്നാൽ നീതിപ്രവൃത്തികൾക്കു വേണ്ടിയാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. നിന്റെ പുരോഹിതന്മാരാണ് നീതി ധരിക്കേണ്ടത്. പഴയ നിയമ കാലഘട്ടത്തിൽ കേവലം ഒരു ഗോത്രത്തിൽപ്പെട്ടവർ മാത്രമായിരുന്നു പുരോഹിതർ. എന്നാൽ ക്രിസ്തു വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട സമസ്ത വിശ്വാസികളും കൃപായുഗത്തിൽ രാജകീയ പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരായ നാം നീതി ധരിക്കണം. ഞാൻ നീതിയെ ധരിച്ചു, അതെന്റെ ഉടുപ്പായിരുന്നു. എന്റെ ന്യായം ഉത്തരീയവും തലപ്പാവും ആയിരുന്നു. ഇയ്യോബ് 29:14. ഇയ്യോബിന്റെ അനുഭവ സാക്ഷ്യമാണ് ഈ വാക്യം. നീതിയെ ഇഷ്ടപ്പെടുന്ന ഒരു രാജാവാണ് നമ്മുടെ ആത്മമണവാളൻ. ഒരിക്കൽ ധൂർത്തുപുത്രനെ പോലെ കീറിപ്പറഞ്ഞ വസ്ത്രവുമായി ദൈവത്തിങ്കിലേക്ക് വന്ന നമുക്ക് മേൽത്തരമായ അങ്കി തന്ന സ്നേഹനിധിയായ പിതാവ് നമ്മിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നു. ആ മേൽത്തരമായ അങ്കിയാണ് നീതി, അഥവാ നീതി പ്രവൃത്തികൾ. പുരോഹിതന്മാർ നീതി ധരിച്ച് വെണ്ണയുള്ളവരായിരിക്കണം. കാരണം നമുക്കൊരു പ്രതിയോഗിയുണ്ട്, രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി. പണ്ടൊരിക്കൽ ദൈവത്തിന്റെ പുരോഹിതനായ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിന്നു. ഈ അപവാദി ആ മുഷിഞ്ഞ വസ്ത്രം ചൂണ്ടി യോശുവ പുരോഹിതനെ കുറ്റം ചുമത്തി. പിന്നീട് ഉത്സവ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന യോശുവയെ നാം കാണുന്നു. സാത്താനെതിരെയുള്ള പോരാട്ടത്തിലാണ് നാം. അതിന് നീതി എന്ന കവചം ധരിക്കേണ്ടതുണ്ട്. ഇത് ദൈവം തന്ന സൗജന്യ നീതി വസ്ത്രമല്ല, പ്രായോഗിക തലത്തിൽ നാം കൊണ്ടുവരേണ്ട നീതിയാണ്. ആ വെടിപ്പുള്ള വസ്ത്രം നാം ധരിക്കണം. കർത്താവിനാൽ നീതി വസ്ത്രമണിയപ്പെട്ട വിശ്വാസി നഗ്നനായി എന്ന് പറയുന്നു. ലവോദിക്ക സഭയിലെ വിശ്വാസികൾ നഗ്നരായിരുന്നു. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എന്നാണ് കർത്താവ് സഭയോട് പറയുന്നത്. എന്താണ് ഈ വസ്ത്രം? വിശ്വാസി തന്നെത്താൻ തകർത്തു വാങ്ങേണ്ട നീതി പ്രവൃത്തികളായ വസ്ത്രമാണത്. സൗജന്യമായി ഇത് കിട്ടുകയില്ല, വില കൊടുത്തു വാങ്ങാനാണ് കർത്താവ് പറയുന്നത്. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന അനുഭവത്തിൽ നാം എത്തിച്ചേരണം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ. ഈ നീതിയുടെ വസ്ത്രം ധരിച്ച പുരോഹിതന്മാർ വേണം പെട്ടകം ചുമക്കുവാൻ. പെട്ടകം നമ്മുടെ കർത്താവിനെ കാണിക്കുന്നു. നമ്മുടെ കർത്താവ് വരുന്നു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. കാരണം ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. യാതൊരു നീതി പ്രവൃത്തിയും മറന്നുപോകാതെ പ്രതിഫലം തരുന്നവൻ ആ കർത്താവ് വരാറായി. ആകയാൽ നീതി ധരിച്ച് നിത്യത നോക്കി യാത്ര തുടരാം. പ്രതിഫലം കർത്താവ് നൽകും. ഗോഡ് ബ്ലസ് യു. ആമേൻ.